Welcome to Teacher at Home. Today class we are going to learn the 7th chapter, that is it is dealing with the metals. All the objects in nature are made up of different kind of substance. അല്ലേ പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളും ഓരോ സംഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. The substances are formed from different elements. Aren't you familiar with the arrangement of elements in the periodic table? അല്ലേ ഓരോ മൂലകങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. Try to list the periodic table some of the elements. കുറച്ച് elementsന്റെ പേര് പറഞ്ഞാലോ hydrogen, iron, gold, platinum അല്ലേ Are these metals in this list? Which are they? You may be able to identify some of the metals. What do you think when you observe the picture at the beginning? At the beginning, എന്താ തന്നിരിക്കണേ? അല്ലേ nails ഉണ്ട് പിന്നെ bell, gold. This one is ring. Gold bangle, copper wire, utensils. അല്ലേ then aeroplane. അപ്പോൾ ഇതെല്ലാം ഓരോ metals കൊണ്ട് ഉണ്ടാക്കിയതാണ്. You may be Do you think that these are possible due to some special properties of the metals? അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നത് മെറ്റൽസിന്റെ ചില ഗുണങ്ങൾ കൊണ്ടാണ് അല്ലേ How do you know whether an object is made up of metal? അതായത് ഒരു വസ്തു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം By testing its hardness and by heating അല്ലേ അതിന്റെ thickness കനം നോക്കിയിട്ടും ഭാരം നോക്കിയിട്ടും പിന്നെ എങ്ങനെയാണ് അത് ചൂടാക്കിയിട്ടും General characteristic of metals. Which are the characteristic of metals are you familiar with? നിങ്ങൾ ഏതൊക്കെ മെറ്റൽസ് ആയിട്ടാണ് familiar? Table given below list some metals അല്ലേ ഇത് ചുവടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് മെറ്റൽസിനെ കുറിച്ചുള്ളതാണ് Complete the table by listing the characteristic as well as the objects which make use of this characteristic. അപ്പോൾ ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അല്ലേ നമ്മുടെ കയ്യിലുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ട് എന്തൊക്കെയാണ് അത് പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർട്ടി ഗോൾഡ് എന്താണ് lustrous, resistant to corrosion and making ornaments അല്ലേ അല്ല ഈട് നിൽക്കുന്നതാണ് പിന്നെന്താണ് പെട്ടെന്ന് തുരുമ്പിക്കില്ല അപ്പൊ അതെന്താണ് ആഭരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കോപ്പർ ആണെങ്കിലോ അടിച്ചു പരത്താൻ പറ്റും അപ്പോൾ അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം അയണും അല്ലെ തിക്ക് ആയിട്ടുള്ള മെറ്റൽ ആണ് ഓരോ ബെല്ലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അലുമിനിയം ആണെങ്കിലോ പ്ലേറ്റ്സ് അല്ലെ യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കാരണം അത് അടിച്ചു പരത്താനും നീട്ടാനൊക്കെ പറ്റും With a hammer, beat forcefully on aluminum wire kept on a hard surface. ഒരു ചുറ്റിക ഉപയോഗിച്ച് നമ്മൾ അലുമിനിയം വയറിനെ പരത്താണ് What do you see? Haven't you used aluminum foils used to wrap chocolates and sweets? അല്ലെ മിഠായി പൊതിയാനും ചോക്ലേറ്റ് പൊതിയാനൊക്കെ യൂസ് ചെയ്യുന്ന അലുമിനിയം ഫോയിൽ കണ്ടിട്ടില്ലേ അതുപോലെ നമുക്ക് അടിച്ച് പരത്താൻ പറ്റും അല്ലെ Which property of the metal is utilized here? ആ മെറ്റലിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റൽ can be beaten into thin sheet by hammering. This property is known as malleability. അതായത് തിൻ ഷീറ്റ് ആക്കാൻ പറ്റും അല്ലെ അടിച്ചു പരത്താൻ പറ്റും അതിനെയാണ് നമ്മൾ എന്ത് പറയാ മാലിബിലിറ്റി എന്ന് പറയുക ഗോൾഡ് ഈസ് എ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ ഗോൾഡ് ആണ് ഏറ്റവും അടിച്ചു പരത്താൻ പറ്റിയ ഒരു മെറ്റൽ Try to find more instances where malleability of metal is employed. Ductility is another useful property of ductility വേറെ ഒരു പ്രോപ്പർട്ടി ആണ് അല്ലെ metal can be drawn into thin fine wires. metals എന്ത് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ വയർ ആക്കി മാറ്റാൻ പറ്റും അതിനെയാണ് എന്ത് പറയാ നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയാം Gold is the most malleable metal. 1 gram gold can be beaten into sheet with an area of about 6.7 square feet and can be drawn into a wire of about 2 km in length. The filaments of electric bulbs are made up of fine wires of tungsten. Tungsten can be drawn into fine wires. Tungsten എന്താണ് വയറായിട്ട് ചെറിയ വയറായിട്ട് ആക്കാൻ പറ്റും പരത്താൻ പറ്റും Hence it is used to make the filament. Platinum is the most ductile metal. Platinum എന്ന് പറയുന്നതാണ് നൈസ് ആയിട്ട് അടിച്ചു പരത്താൻ പറ്റുന്ന ഒരു മെറ്റൽ യു ഹാവ് സീൻ മെറ്റൽസ് ലൈക്ക് മെറ്റൽ പോലെ എന്തൊക്കെയാ മെറ്റൽ കോപ്പർ ഗോൾഡ് പിന്നെ എന്താണ് ഫൈൻ വയർ ആയിട്ട് നമുക്ക് പരത്താൻ പറ്റും ദിസ് ഈസ് ഡ്യൂ ടു ദ ഹൈ ഡക്റ്റിലിറ്റി ഇത് എന്തുകൊണ്ടാണ് അവരുടെ ഹൈ ഡക്റ്റിലിറ്റി കൊണ്ടാണ് അല്ലെ ഹാർഡ്നെസ് another property of metals. ഹാർഡ്നെസ് എന്ന് പറയുന്നത് എന്താണ് അതായത് തിൻ വയർ ആക്കാൻ പറ്റുക അതിനെയാണ് നമ്മൾ എന്ത് പറയാ ഡക്റ്റിലിറ്റി എന്ന് പറയാം then hardness is another property അല്ലെ അതിന്റെ ഖനം അതാണ് വേറെ ഒരു പ്രോപ്പർട്ടി However, there are quite a few metals which are soft. ചില metals soft ആണ് Let's do an experiment. Take a small piece of sodium with a forceps and try to cut it with a blade. Forceps വെച്ചിട്ട് സോഡിയം എടുത്തിട്ട് എന്ത് ചെയ്യണം അതിനെ കട്ട് ചെയ്യുക ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക Are you able to cut sodium? Can you just cut metals like aluminum, copper and iron like this? Just try. Gallium and cesium are also soft metals അല്ലെ സോഡിയം ഒക്കെ നമുക്ക് ബ്ലേഡ് ഉപയോഗിച്ച് മുറിക്കാം പക്ഷേ മെറ്റൽസ് ലൈക്ക് കോപ്പറും അലുമിനിയം അയൺ ഒന്നും നമുക്ക് സാധ്യമല്ല ഗാലിയം സീസിയം എന്താണ് അതും സോഫ്റ്റ് മെറ്റൽസ് തന്നെയാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം ആർ ഓൾസോ സോഫ്റ്റ് മെറ്റൽസ് വി ക്യാൻ ഈസിലി കട്ട് ദം വിത്ത് എ നൈഫ് ലിഥിയം സോഡിയം ഒക്കെ എന്താണ് സോഫ്റ്റ് മെറ്റൽസ് ആണ് നമുക്ക് കത്തി വെച്ച് മുറിക്കാൻ പറ്റും ഒബ്സർവ് ദ ന്യൂലി ഫോംഡ് സർഫസ് ഓഫ് സോഡിയം ആൻഡ് ഇറ്റ് ഈസ് കട്ട് വിത്ത് എ നൈഫ് അപ്പം നമ്മൾ ഈ കത്തി വെച്ച് മുറിച്ചപ്പോൾ അതിന്റെ സർഫസ് ശ്രദ്ധിച്ചിരുന്നോ
Don't you see something similar to the freshly cut surface of iron and copper? അപ്പൊ എന്താണ് freshly cut iron and copper അല്ലെ നല്ല തിളക്കം ഉണ്ടാവും അതിന്. Newly formed when metals occur has a shining appearance. അതിന് എന്താ പറയാ മെറ്റാലിക് ലസ്റ്റർ. Is metallic luster identical for all metals? ഈ മെറ്റാലിക് ലസ്റ്റർ എല്ലാ മെറ്റൽസിനും ഒരുപോലെയാണോ? Observe and find out. Metallic vessels are commonly used for cooking. Metallic vessels എന്തിനാ ഉപയോഗിക്കുന്നത്? കുക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് അല്ലെ? Which metals are commonly used to make utensils? ഏത് മെറ്റൽസ് ആണ് പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറ്? അതിന്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? The ability to conduct heat is an important property of metals അല്ലെ? താപം കടത്തിവിടാനുള്ള കഴിവാണ് മെറ്റൽസിന്റെ ഒരു സവിശേഷത. ആ പ്രോപ്പർട്ടീനെ നമ്മൾ എന്താ പറയുക? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയും. മെറ്റൽസ് ആർ തെർമൽ കണ്ടക്ടേഴ്സ്. മെറ്റൽസ് എന്ന് പറയുന്നത് എന്താ? തെർമൽ കണ്ടക്ടേഴ്സ് ആണ്. ഹീറ്റ് കണ്ടക്ട് ചെയ്യും. Silver is the best thermal conductor among metals. Aluminium, copper also possess comparatively high thermal conductivity. Aluminium, copper എന്താ? Silver ആണ് best thermal conductor. പക്ഷെ എന്താണ്? Aluminium, copper നും എന്തുണ്ട്? High thermal conductivity ഉണ്ട്. All metals are conductors of electricity അല്ലെ? ചില മെറ്റൽസ് ഒക്കെ എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. Ability of a substance to let electricity pass through it is known. അതായത് ഒരു സബ്സ്റ്റൻസിന്റെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. Silver is the best electrical conductor among metals. മെറ്റൽസിൽ ബെസ്റ്റ് ആയിട്ട് മറ്റേ ഇലക്ട്രിക് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സിൽവർ. കോപ്പർ ആൻഡ് അലുമിനിയം ആൾസോ all good conductors of electricity. കോപ്പറും അലുമിനിയവും ഗുഡ് കണ്ടക്ടേഴ്സ് തന്നെയാണ്. Still the electrical wires in our house are നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ വയർ ഒക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കിയാണ്? കോപ്പർ കൊണ്ട് അല്ലെ? പക്ഷെ പോസ്റ്റിലൊക്കെ ആണെങ്കിലോ അലുമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം വീട്ടിലൊക്കെ ചെറിയ അളവിലല്ലേ വൈദ്യുതി കടത്തിവിടുള്ളൂ. പോസ്റ്റിലൊക്കെ ആണെങ്കിലോ വലിയ തോതിലാണ് വൈദ്യുതി കടത്തിവിടാറ്. Tap gently with a spoon on a metallic vessel and earthen pot. What difference? അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒരു മെറ്റാലിക് വെസലും എർത്തൻ പോട്ടും ഇതാക്കുമ്പോൾ സൗണ്ടിന്റെ വ്യത്യാസം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അല്ലെ? മെറ്റാലിക്കിലാണെങ്കിൽ നല്ല ഹൈ സൗണ്ട് ആയിരിക്കും. Is it advisable to use plastic or wood to make instrument like campbells, cymbals and bells? അല്ലെ? മണികൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കോ മരം കൊണ്ടുണ്ടാക്കിയോ സൗണ്ട് വരുമോ? ഇല്ല. കനം കൂടിയ മെറ്റൽ വെച്ചിട്ട് വേണം അത് ഉണ്ടാക്കാൻ. Ability of metal to produce sound when tapped with a hard metal. അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ മെറ്റൽസിന്റെ കഴിവാണ് നമ്മൾ എന്ത് പറയുക? സൊണാരിറ്റി എന്ന് പറയുക. Metals generally melt at high temperature and possess high density. മെറ്റൽ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യണത് എപ്പോഴാണ്? നല്ല ഹൈ ആയിട്ട് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ മാത്രമേ അത് ഉരുകുകയുള്ളൂ. അപ്പൊ അതിനെന്താണ്? ഹൈ ഡെൻസിറ്റി അല്ലെ? ഡെൻസിറ്റി, mass and volume is there. However, metals like ഏതൊക്കെ മെറ്റലാണ്? ഗാലിയം, സീസിയം, മെർക്കുറി എന്തൊക്കെയാണ്? അത് ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ മെൽറ്റ് ചെയ്യും. Metals like lithium, sodium and potassium are low density metal. Lithium, sodium, potassium ഒക്കെ എന്താണ്? Low density metals ആണ് അല്ലെ? ഈ ടേബിളിൽ കുറച്ച് മെറ്റൽസും അവരുടെ ബോയിലിംഗ് പോയിന്റ് ഡെൻസിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. Melting point and boiling point. Solid substances can be melted into liquid. Solid എന്താ? മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് ആകാൻ പറ്റും. We know that ice melts to form water. ഐസ് മെൽറ്റ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? വാട്ടർ അല്ലെ? വാട്ടറിനെ നമ്മൾ പിന്നെയും ചൂടാക്കുകയാണെങ്കിലോ അത് വേപ്പർ ആയിട്ട് ഫോം ചെയ്യും. Thus, it is possible to bring about changes in the state of any solid substance. Temperature at which a solid changes into liquid. സോളിഡിനെ ലിക്വിഡ് ആക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയും. എന്നിട്ട് ലിക്വിഡ് ബോയിൽ ചെയ്ത് അത് ഗ്യാസ് ആകുമ്പോൾ എന്ത് പറയും? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ സമ്മറൈസ് ചെയ്ത്? ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെ? മെറ്റൽസിന് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, സൊണാരിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡെൻസിറ്റി, മാലിബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി. Given are the some properties. What is this? To make electric wire അല്ലെ? ഇലക്ട്രിക് വയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. എന്താ? കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അലുമിനിയം ഫോയിൽസ് റാപ്പ് അതായത് തിൻ ഷീറ്റ് ആയിട്ട് ബീറ്റൺ ചെയ്യാൻ പറ്റും. മേക്ക് യൂട്ടൻസിൽസ്, കോപ്പർ, ദെൻ സ്റ്റീൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫാർമിംഗ് ടൂൾസ്, അയൺ, പിന്നെന്താ ബെൽസ് ഒക്കെ ആകുമ്പോൾ നല്ല കട്ടിയുള്ള മെറ്റൽസ് അല്ലെ? അയൺ പോലെയുള്ള മെറ്റൽസ് ആണ് യൂസ് ചെയ്യാറ്. Thus metals have certain properties in common. അപ്പോൾ അവർക്ക് കോമൺ ആയിട്ടുള്ള ചില പ്രോപ്പർട്ടീസ് ഉണ്ടാവും. Do you show similarity in the chemical property? കെമിക്കൽ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റി അവർ കാണിക്കാറുണ്ടോ? അയൺ ആർട്ടിക്കിൾ കെപ്റ്റ് ഔട്ട്സൈഡ് അവർ ഹൗസ് ഗെറ്റ് ഡിസ്ട്രോയിഡ് അല്ലെ? അയൺ ഇരുമ്പ് പുറമേ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്താവും? കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ, കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ എന്ത് സംഭവിക്കും? തുരുമ്പിക്കും അല്ലെ? അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഹ്യൂമിഡിറ്റി ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താവും? തുരുമ്പ് ഫോം ചെയ്യും. ഗോൾഡ്, സിൽവർ ആൻഡ് പ്ലാറ്റിനം ആർ യൂഷ്വലി യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓർണമെന്റ്സ്. ഗോൾഡും സിൽവറും പ്ലാറ്റിനും ഒക്കെ എന്താണ്? അടിച്ചു പരത്താനും നീട്ടാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് അതിനെ ഓർണമെന്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ബട്ടർ മിൽക്ക് ഇറ്റ് ഇസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലുമിനിയം വെസൽസ്. എന്തുകൊണ്ടാണ്? ബട്ടർ മിൽക്ക് അതിൽ ലാക്ടിക് ആസിഡ് റിയാക്ട് വിത്ത് അലുമിനിയം ഫോം അലുമിനിയം ക്ലോറൈഡ് അല്ലെ? അപ്പൊ അലുമിനിയം വെസൽസ് യൂസ് ചെയ്യില്ല. വേർഡ് is formed on copper. ക്ലാവ് ഫോം ചെയ്യും അല്ലെ? കോപ്പർ പാത്രത്തിലൊക്കെ. ഹാവ് യു എവർ തോട്ട് ഓഫ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ലെറ്റ് us do some experiments. എന്ത് എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? Cut a small piece of reaction with air അല്ലെ? വായു ആയിട്ടുള്ള സമ്പർക്കം മൂലം. Cut a small piece of sodium with a knife. Observe the metallic cluster at the newly formed surface. അപ്പൊ നമ്മൾ സോഡിയം ഒരു കത്തി വെച്ചിട്ട് മുറിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ പുതിയ ഫോം ചെയ്തതിലുള്ള ആ മെറ്റാലിക് തിളക്കം ഒന്ന് ശ്രദ്ധിക്കുക.
കീപ് ഇറ്റ് എക്സ്പോസ്ഡ് ടു എയർ ഫോർ സം ടൈം. കുറച്ച് നേരം അന്തരീക്ഷവുമായിട്ട് അത് അന്തരീക്ഷമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വെക്കുക. വാട്ട് ഹാപ്പൻ ടു ദ സർഫേസ്? അതിന്റെ അടിഭാഗത്ത് എന്തുവാ പറ്റുക? എന്താണ് പറ്റാറ്? വാട്ട് കുഡ് ബി ദ റീസൺ? ടേക്ക് എൻ അലുമിനിയം വയർ ആൻഡ് റബ് ഇറ്റ് സർഫേസ് വിത്ത് സാൻഡ് പേപ്പർ. ഒരു അലുമിനിയം വയർ എടുത്തിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് അതിൽ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? മെറ്റാലിക് ക്ലസ്റ്റർ അല്ലെ, നല്ല ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടാവും. വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് ഗെറ്റ് ടാർണിഷ്ഡ്. കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അത് മങ്ങിയ പോലെ കാണാൻ തുടങ്ങും. എന്താ കാരണം? അറ്റ്മോസ്ഫിയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയാണ്. മെറ്റൽസ് ലൈക്ക് കോപ്പർ, മെഗ്നീഷ്യം എക്സെട്ര ഓൾസോ റിയാക്ട് വിത്ത് സിമിലർലി. അപ്പം ഏതൊക്കെ മെറ്റൽസ് ആണ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുക? Copper, magnesium, etc. When metals come into contact with the atmosphere, they undergo chemical reaction with the different components of air. As a result, the metal loses its luster and get tarnished. Metal അതിന്റെ തിളക്കം നഷ്ടപ്പെട്ടിട്ട് അത് പെട്ടെന്ന് മങ്ങും. Reaction of metals with water. Take 2 beakers and 3/4 of them with water. 2 ബീക്കർ എടുക്കുക, എന്നിട്ട് മുക്കാൽ ഭാഗം വെള്ളം നിറയ്ക്കുക. Small piece of sodium in the first beaker and a piece of copper in the second. ആദ്യത്തിൽ എന്താ ഇട്ടത്? സോഡിയം എടുത്തു അല്ലെ, രണ്ടാമത്തേലോ കോപ്പർ എടുത്തു. റൈറ്റ് ഡൗൺ ദ ഒബ്സർവേഷൻ. ഏതാണ് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുക? പിന്നെ ഏത് ഗ്യാസ് ആണ് ഫോംഡ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻ? അതായത് സോഡിയം എടുത്തിട്ട് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താവും? Na+H2O, NaOH+H2 അല്ലെ. കോപ്പർ അത്ര പെട്ടെന്ന് റിയാക്ഷൻ നടക്കില്ല. അൺഫേവറബിൾ സർട്ടൻ മെറ്റൽ റിയാക്ട് വിത്ത് ഫോം ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ അവരുടെ കെമിക്കൽ ഇക്വേഷൻ അത് കണ്ടില്ലേ? സോഡിയം പ്ലസ് വാട്ടർ, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഈസ് റിലീസ്ഡ്. മെറ്റൽസ് പൊട്ടാഷ്യം ആൻഡ് കാൽഷ്യം അതും ഇതുപോലെ റിയാക്ട് ചെയ്യും. എന്തുമായിട്ട്? കോൾഡ് വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്യും. Alloys. Alloysനെ കുറിച്ചാണ് പറയുന്നത്. Alloys is a solid solution which is a homogeneous mixture of 2 or more metals. Alloys എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. അതെന്താ ചെയ്യാറ്? Which is a solid solution of homogeneous mixture. 2-3 മെറ്റൽസിന്റെ ഒരു മിക്സ്ചർ ആണ്. Compared to metals, alloys possess better strength and resistance to corrosion അല്ലെ. മെറ്റൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ അലോയ്സ് എന്താണ്? അവർക്ക് നല്ലോണം സ്ട്രെങ്ത്തും ഉണ്ട്, പിന്നെ എന്താണ്? പെട്ടെന്ന് തുരുമ്പിക്കൂല്ല. More than 90% of metals are used in the form of the alloys. 90% നമ്മൾ അലോയ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ലാർജ് കളർ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനും പിന്നെന്താണ് ഓർണമെന്റ്സ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് അലോയുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ബ്രാസ്. ബ്രാസ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ മിശ്രിതമാണ്? കോപ്പറും സിങ്കും കൂടി ചേർന്നതാണ് ബ്രാസ്. ബ്രോൺസ് ആണെങ്കിലോ കോപ്പറും ടിന്ന്. സിങ്കിന്റെ പകരം ടിന്നാണെങ്കിൽ ബ്രോൺസ്. നിക്രോം. നിക്രോം എന്ന പേരിൽ തന്നെ ഉണ്ട് അല്ലെ. എന്താ ഉള്ളത്? Ni, നിക്കിൾ. CHR, ക്രോമിയം. അയൺ. OMe, that is iron. Alnico ആണെങ്കിലോ iron, aluminium, nickel and cobalt. Small amount of non-metals like carbon, silicon are also added to certain alloys. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെ. Reaction of metals with acid. You have already studied the reaction of zinc with hydrochloric acid. അപ്പൊ എന്താ ഫോം ചെയ്യുക? സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഫോം ചെയ്യും അല്ലെ. Zn plus dilute HCl forms ZnCl2 plus H2. Repeat the experiment by adding metals like അല്ലെ. ഇത് റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെ? സിങ്ക്, അലുമിനിയം, അയൺ, മെഗ്നീഷ്യം in different test tube containing dilute sulfuric acid. What do you observe? അപ്പൊ ഇത് ഓരോ മെറ്റൽസും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്താ ഉണ്ടാവുക? സിങ്ക് പ്ലസ് HCl ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ, അലുമിനിയം പ്ലസ് HCl, അലുമിനിയം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ, അയൺ പ്ലസ് HCl, അയൺ ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ, മെഗ്നീഷ്യം പ്ലസ് HCl, മെഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. അപ്പൊ ഇതിൽ എല്ലാത്തിലും എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജൻ ആണ് റിലീസ് ചെയ്യുന്നത് അല്ലെ. Then which gas is liberated during the difference in the measure of the reaction? Write down the balanced equation അല്ലെ. ഇപ്പോഴാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞില്ലേ, തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Zn plus 2H, ZnCl2 plus H2. When metals like aluminum, zinc and react with acid, hydrogen is formed along with the salt of the metal അല്ലെ. സോൾട്ടിന്റെ കൂടെ, സോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? മെഗ്നീഷ്യം ക്ലോറൈഡ്, അയൺ ക്ലോറൈഡ്, ഇതൊക്കെ സോൾട്ട്. ഇതിന്റെ കൂടെ വേറെന്ത് കൂടെ ഉണ്ടായത്? ഹൈഡ്രജൻ കൂടെ ഉണ്ടായി. Acids are present in lemon and buttermilk. Guess why a stainless steel knife is preferred to iron knife അല്ലെ. ഇതുകൊണ്ടാണ് എന്താണ്? നാരങ്ങ മുറിക്കാൻ നമ്മൾ എന്താണ്? ഇരുമ്പിന്റെ കത്തി ഉപയോഗിക്കുന്നത്. കാരണം പെട്ടെന്ന് തുരുമ്പിക്കും അല്ലെ, ആസിഡ് അതിലേക്ക് പറ്റിപ്പിടിക്കും. അപ്പൊ സ്റ്റീൽ കത്തി ഉപയോഗിക്കാൻ നല്ലത്. Buttermilk and aluminum vessel. Metals in human body too. Though needed only in small quantity, the presence of certain metallic minerals is essential for the normal life. അപ്പൊ നമ്മുടെ ദേഹത്തും കുറച്ച് മെറ്റാലിക് മിനറൽസ് ഉണ്ടാവും അല്ലെ. കുറച്ച് എമൗണ്ടിനെ അത് ആവശ്യമുള്ളൂ ഹെൽത്തിനും ന്യൂട്രീഷനും. ആദ്യത്തെ എന്താണ്? ഹീമോഗ്ലോബിൻ. ഹീമിൽ എന്താ ഉള്ളത്? ഹീം എന്നുള്ളത് അയൺ ആണ്. പിന്നെ കാൽഷ്യം എസെൻഷ്യൽ ഫോർ എന്താണ്? ബോൺസ് ആൻഡ് ടീത്ത്. ഓൾസോ സോഡിയം, പൊട്ടാഷ്യം എന്താണ്? പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് സെൽസ്. അപ്പൊ ഇതുപോലെ ചില മെറ്റൽസും നമ്മുടെ ദേഹത്ത് പ്രസന്റ് ആണ്. Traces of metals like zinc, copper, selenium are essential for maintaining the health of the person. Corrosion of metals. Iron is a metal used extensively അല്ലേ. അയൺ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുണ്ട്. അത് കുറെ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തുരുമ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ അത് പെയിന്റ് അടിക്കുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
Do you know the factors which favor the rusting of iron? Shall we do a project? അപ്പൊ ഏതൊക്കെയാണ് ഈ തുരുമ്പിക്കാൻ സഹായിക്കുന്നത്? അതിനുവേണ്ടി നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യണം. എന്താണത്? ക്ലീൻ ആൻഡ് ഡ്രൈ ടെസ്റ്റ് ട്യൂബ് 4 എണ്ണം. റസ്റ്റ് ഫ്രീ ആൻഡ് ക്ലീൻ അയൺ നെയിൽസ് അതും 4 എണ്ണം. ക്വിക്ക് ലൈം 10 gram. സോഡിയം ക്ലോറൈഡ് 25 ml. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിനേഗർ 25 ml. കോർക്ക് 1 നമ്പർ. പ്രൊസീജിയർ എന്താ? പുട്ട് ദ അയൺ നെയിൽസ് 1 each അല്ലെ? അയൺ നെയിൽസ് ഓരോന്ന് വീതം 4 ടെസ്റ്റ് ട്യൂബിൽ ഇടുക. എന്നിട്ടോ ഡ്രോപ്പ് എ സ്മോൾ പീസ് ഓഫ് മോയിസ്റ്റ് കോട്ടൺ. കോട്ടൺ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് എയറുമായിട്ട് എക്സ്പോസ് ചെയ്യാം. രണ്ടാമത്തേലോ നെയിൽ ഇട്ട ശേഷം ക്വിക്ക് ലൈം ഇടണം. കുറച്ച് ക്വിക്ക് ലൈം ഇട്ടിട്ട് കോട്ടൺ വെച്ച് അടച്ചു വെക്കുകയാണ്. മൂന്നാമത്തേലാണെങ്കിലോ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലാണ് നമ്മൾ നെയിൽ വെക്കുന്നത്. ഇമേഴ്സ്ഡ് ഇൻ ഇറ്റ്. ഫോർത്തിലാണെങ്കിൽ ഡൈല്യൂട്ട് HCl അല്ലെ? എന്നിട്ട് ഒബ്സർവ് ദ ചേഞ്ചസ്. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കാണുന്നതെന്ന് നോക്കാം. Iron get rusted when enters into chemical reaction when the oxygen and moisture present in the atmosphere. അല്ല, അയൺ പെട്ടെന്ന് തുരുമ്പിക്കും അല്ലെ? കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പിക്കും. What do the iron bars in the houses close to the seashore corrode faster? അതാണ് പെട്ടെന്ന് കടൽ തീരത്തിലുള്ളതൊക്കെ പെട്ടെന്ന് കൊറോഡ് ചെയ്യുന്നത്. അത് ഈ സോൾട്ടും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തുരുമ്പിക്കും. അതുപോലെ സോഡിയം പൊട്ടാസ്യം നമ്മൾ എന്താണ് മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. വെള്ളത്തിൽ സൂക്ഷിച്ചാൽ കത്തിപ്പോവും അല്ലെ? അയൺ ആൻഡ് നമ്പർ ഓഫ് അതർ മെറ്റൽ റിയാക്ട് വിത്ത് ഡിഫറെന്റ് കമ്പോണൻസ് and form new products. ആ പ്രോസസ്സിന് എന്താ പറയുന്നത്? corrosion of metals. All the metals are resistant. എല്ലാ മെറ്റൽസും corrosion resistant ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് എക്സാമ്പിൾസ് എഴുതുക. Okay, that's all we learned in this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.